ഭരണാധികാരി സ്മരണയുള്ളവനാകണം. എന്താണ് സ്മരണ? അത് നാട് ഭരിച്ചാലും രാജ്യം ഭരിച്ചായാലും എന്തായിരിക്കണം ആ സ്മരണയുടെ കാതലായ ഭാഗം? ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും നയാ പൈസകളാണ് എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും നിലനിൽപ്പിന് കാരണമായതെന്നും അതിനാൽ ഇന്ന് 10 രൂപ തന്ന മനുഷ്യന് നാളെ 20 രൂപ തരാൻ കഴിയണമെന്നും അതിനുള്ള വഴികൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും അവരെ സ്നേഹത്തോടെയും ആദരവോടെയും നോക്കിക്കാണുന്ന ഒരു ഭരണാധികാരി ഇരിക്കുന്ന ഇടം എന്തുകൊണ്ടും സമ്പന്നമായി തീരുന്നതാണ്. പക്ഷപാതമില്ലാത്ത എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ജനതയുടെ സ്നേഹം ആർജിച്ചെടുക്കുക എന്നതാകണം ഒരു ഭരണാധികാരിയുടെ നേട്ടം. അങ്ങനെയുള്ള ഭരണാധികാരി ഇരിക്കുന്നിടം ആ തിരുമുൻപിൽ സകലതും കൊണ്ട ജനങ്ങൾ സമർപ്പിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ പാത.